ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സരസ്വതി ദേവിയെ കുറിച്ചുള്ളതാണ്. ഹിന്ദു വിശ്വാസപ്രകാരം വിദ്യയുടെ ഭഗവതിയാണ് സരസ്വതി. നൃത്തം, സംഗീതം മുതലായ കലകൾ, കരകൗശലങ്ങൾ, അക്ഷരം, സാഹിത്യം, ബുദ്ധി എന്നിവ സരസ്വതിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടും. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സാരസ്വത വീണ മനുഷ്യൻ്റെ പ്രതീകമാണ്. സംഗീതം പരമാനന്ദവും എന്ന് ഉപാസകർ കരുതുന്നു. കാവ്യാദികളിലും വാക്കിലുമൊക്കെ ദൈവീകത ദർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ദേവതാ സങ്കല്പം കൂടിയാണ് സരസ്വതി. തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൽ സരസ്വതിക്ക് പകരം വികട സരസ്വതി കളിയാടുന്നു എന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. താന്ത്രിക ബുദ്ധമതത്തിൽ വജ്ര സരസ്വതി എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു. ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് സരസ്വതി. ലക്ഷ്മി, കാളി എന്നിവരാണ് മറ്റു 2 പേർ. മഹാസരസ്വതി, നീലസരസ്വതി തുടങ്ങി പിന്നെയും ഭാവങ്ങളുണ്ട്. പല ഭാവങ്ങളിലിരിക്കുന്ന ഭഗവതി സങ്കല്പങ്ങളുമുണ്ട്. ഇവയിൽ ശാന്തഭാവങ്ങളോട് കൂടിയ സ്വാത്വിക ഗുണമുള്ളവളാണ് സരസ്വതി. ഇത് പരമാത്മാവിൻ്റെ ജ്ഞാനശക്തിയാണെന്നാണ് വിശ്വാസം. സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു. സരസ്വതിയെ ജ്ഞാനശക്തിയായും ലക്ഷ്മിയെ ക്രിയാശക്തിയായും ദുർഗയെ ഇച്ഛയുടെ ശക്തിയുമായാണ് കരുതുന്നത്. ജ്ഞാനശക്തികൾ എന്തെന്നാൽ അറിവ്, സംഗീതം, ക്രിയാത്മകത, ബുദ്ധി തുടങ്ങിയവയുടെ ഭഗവതിയായും സങ്കല്പിച്ചു പോരുന്നു. വേദങ്ങളുടെ അമ്മ എന്ന വിശേഷണവുമുണ്ട്. സ്രഷ്ടാവ് ബ്രഹ്മാവാണെങ്കിലും അദ്ദേഹത്തിന് പോലും അറിവും ബുദ്ധിയും നൽകുന്നത് സരസ്വതി ആണെന്ന് ദേവി ഭാഗവതം പറയുന്നു. വാക്കിൻ്റെ ദേവതയായും സരസ്വതിയെ കണക്കാക്കുന്നു. വികട സരസ്വതി തെറ്റായ വാക്കിൻ്റെ അതിദേവതയാണ്. ദേവി മഹാത്മ്യത്തിൽ അജ്ഞാനികളായ നിശുംഭന്മാരെ വധിച്ച ചണ്ഡികയാണ് മഹാസരസ്വതി. നീലസരസ്വതി ഭഗവതിയുടെ മറ്റൊരു രൂപമാകുന്നു. നീലദേവി എന്നും അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമായ വരവീണ മീട്ടിക്കൊണ്ട് പരമാനന്ദമാകുന്ന സംഗീതത്തെ ഉണർത്തുന്നവളാണ് സരസ്വതി എന്ന് വിശ്വാസം. വിദ്യ അഭ്യസിക്കുന്നിടത്ത് ഭഗവതി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ഒരു കൈയിൽ വേദങ്ങളും മറ്റൊരു കൈയിൽ അറിവിൻ്റെ അടയാളമായ താമരയും മറ്റു 2 കൈകളിൽ സംഗീതത്തിൻ്റെ സൂചകമായ വീണയും കാണാം. ശ്വേതവസ്ത്രധാരിയായ സരസ്വതി ഇതിലൂടെ സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും അടയാളങ്ങൾ ആണെന്ന് കാണിക്കുന്നു. വാഹനമായി അരയന്നവും ഉപയോഗിക്കുന്നു. സരസ്വതിയുടെ കയ്യിലുള്ള വീണ കച്ചബി എന്നറിയപ്പെടുന്നു.